ഭാര്യയ്ക്കെതിരെയുള്ള കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന ടി സിദ്ദിഖ് വ്യാജമായി നിർമ്മിച്ചെടുത്ത കേസ് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സിദ്ദിഖ് പ്രതികരിച്ചു. തട്ടിപ്പ് നടന്ന സ്ഥാപനത്തിൽ ഭാര്യ ജോലി ചെയ്തിരുന്നതായി സംബന്ധിച്ച സിദ്ദിഖ് താൻ പല ആളുകളെയും അവിടെ ചേർത്തിട്ടുണ്ടെന്നും പറഞ്ഞു. അതേസമയം ടി സിദ്ദിഖിന്റെ ഭാര്യയ്ക്കെതിരായ കേസിൽ അന്വേഷണം നടക്കട്ടെയെന്ന് വി ഡി സതീശനും കെ മുരളീധരനും പ്രതികരിച്ചു. വ്യാഴാഴ്ചയാണ് കോഴിക്കോട് നടക്കാവ് കേന്ദ്രീകരിച്ച് ടിക് നിധി പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വിസ് ബാങ്കിനെതിരെ വെസ്റ്റ് ഹിൽ സ്വദേശി സബീന നൽകിയ പരാതിയിൽ ഷർഫുന്നീസ ഉൾപ്പെടെ 5 പേരെ പ്രതി ചേർത്ത് നടക്കാവ് പോലീസ് കേസെടുത്തത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും വ്യാജമായി നിർമ്മിച്ചതുമെന്നാണ് ടി സിദ്ദിഖ് MLA വാദം. ഇന്നലെ നടക്കാവ് പോലീസ് എൻ്റെ ഭാര്യയെ കൂടി ഉൾപ്പെടുത്തിയെടുത്തതായിരിക്കുന്ന കേസ് അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതവും സത്യസന്ധമല്ലാത്തതും വ്യാജ നിർമ്മിതിയുടെ പുറത്ത് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയുമാണ്. എന്നാൽ ഭാര്യയ്ക്ക് കമ്പനിയുമായുള്ള ബന്ധം നിഷേധിക്കാൻ ടി സിദ്ദിഖ് തയ്യാറായില്ല. താൻ മുഖേന നിക്ഷേപകരിൽ നിന്ന് സ്ഥാപനത്തിലേക്ക് പണം സ്വീകരിച്ച കാര്യവും ടി സിദ്ദിഖ് സ്ഥിരീകരിച്ചു. കൂടാതെ സ്ഥാപനത്തിന്റെ CEO ആയ വസീമിനെ പരിചയമുണ്ടെന്നുള്ള കാര്യവും ടി സിദ്ദിഖ് സമ്മതിക്കുന്നുണ്ട്. സ്ഥാപനത്തിൽ വെറും ബ്രാഞ്ച് മാനേജർ മാത്രമാണ് ഷർഫുന്നീസ എന്ന് സിദ്ദിഖ് പറയുന്നുണ്ടെങ്കിലും എക്സിക്യൂട്ടീവ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്നതായാണ് രേഖകളിൽ വ്യക്തമാക്കുന്നത്. ടി സിദ്ദിഖിന്റെ ഭാര്യയെ പ്രതി ചേർത്ത് കേസെടുത്തതിൽ അന്വേഷണം നടക്കട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലപ്പുറത്ത് പ്രതികരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിംഗ് ആണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെയും പ്രൊവിഷൻസ് വെച്ച് അവർക്കെതിരായിട്ട് കേസെടുക്കണം എന്നാണ് ഫൈൻഡിംഗ് ആണ്. അത് കേസെടുക്കണം. അന്വേഷണം നടക്കട്ടെ എന്നും കള്ളക്കേസാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതി കയറേണ്ടി വരുമെന്നും കെ മുരളീധരൻ MP കോഴിക്കോട് പറഞ്ഞു. അന്വേഷിച്ചിട്ട് ആ അന്വേഷണത്തിൽ ഇതൊക്കെ തെറ്റാണെന്ന് കണ്ടാൽ കേസ് രജിസ്റ്റർ ചെയ്തവൻ നാളെ കോടതി കയറേണ്ടി വരും. അത് കോടതി ഞങ്ങൾ കയറ്റും. കൈരളി ന്യൂസ്, കോഴിക്കോട്.